ഇന്ന് നമ്മൾ സ്റ്റഡി ടിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. പ്രവർത്തനം 1. കൂക്കു തീവണ്ടി. ചിത്രം നിരീക്ഷിച്ച് രൂപങ്ങൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ എത്ര ത്രികോണമുണ്ട്, ത്രികോണത്തിൻ്റെ എണ്ണം, എത്ര ചതുരമുണ്ടോ അതിൻ്റെ എണ്ണം ഇവിടെ എഴുതുക. വട്ടം എത്ര ഉണ്ട്, 1 2 3 4 അല്ലെ, 4 വട്ടം ഉണ്ട്. അപ്പോൾ 4 വട്ടം എഴുതുക. എത്ര എണ്ണം ഉണ്ടോ, അതുപോലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എണ്ണം കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എഴുതുക. അല്ലേ, ഇതൊന്നാണ്, ഇത് 2ആണ്, ഇത് പിന്നെ ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ ഇത് 3ആണ്, പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്, നോക്കുക. ബി. വട്ടം, ത്രികോണം, ചതുരം ഇവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീടോ അല്ലെ വട്ടത്തിൽ ഒരു കുട്ടീനെ എന്തെങ്കിലും അല്ലെ ത്രികോണവും ചതുരമൊക്കെ ആയിട്ട് അതിൻ്റെ വായക്കല ഈ രൂപങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പ്രവർത്തനം 2. ബലൂൺ തോരണം. ക്രിസ്തുമസ് ആഘോഷത്തിന്റെ ഭാഗമായി 3ാം ക്ലാസ്സിലെ കുട്ടികൾ 24 ബലൂൺ ഉപയോഗിച്ച് അവരുടെ ക്ലാസ് മുറി അലങ്കരിക്കുകയാണ്. 24 ബലൂൺ ഉപയോഗിച്ചാണ് അലങ്കരിക്കുന്നത്. 2 ബലൂൺ വീതമുള്ള തോരണങ്ങളും 3 ബലൂൺ വീതമുള്ള തോരണങ്ങളും 4 ബലൂൺ വീതമുള്ള തോരണങ്ങളുമാണ് ഉണ്ടാക്കിയത്. അവർ ഉണ്ടാക്കിയ തോരണങ്ങൾ ഓരോന്നും എത്ര വീതം? 24 ബലൂണുകളാണുള്ളത്. അതിൽ 2 ബലൂൺ വീതമുള്ള തോരണം, 2 വീതമുള്ള ഒരു തോരണമുണ്ട്, 3 വീതമുള്ള തോരണമുണ്ട്, 4 ബലൂണുള്ള തോരണമുണ്ട് അല്ലേ, 4 ബലൂൺ അട്ടിക്ക് വെച്ച തോരണം, 3 ബലൂൺ അട്ടിക്ക് വെച്ച ഒരു തോരണം. അങ്ങനത്തെ എത്ര തോരണങ്ങളാണ് അവരുണ്ടാക്കിയ തോരണങ്ങൾ ഓരോന്നും എത്ര വീതം? 2 എത്ര എണ്ണം, 3 ബലൂണുള്ള എത്ര തോരണങ്ങൾ, 4 ബലൂണുള്ള എത്ര തോരണങ്ങൾ അവരുണ്ടാക്കി അല്ലെ. ഓരോന്ന് വീതമാകുമ്പോൾ എത്ര ബലൂണായി? 2 2 3 5, 5 4 9. അപ്പോൾ 9 ബലൂണായി. ഇത് എത്ര ആയിട്ട്? 9 ബലൂണായിട്ടുണ്ട്. അപ്പോൾ ഇനി 24 ബലൂണും ഉണ്ട് ആകെ. അപ്പോൾ 24 ബലൂണുകൾ ഉപയോഗിച്ച് നമുക്ക് ഇനി എത്ര കൂടി ഉണ്ടാക്കാം? ഒരു തോരണം കൂടി, 2 ഒരു തോരണം, 4 ഒരു തോരണം കൂടി ആകുമ്പോൾ 9 ആയി. 9 9 18 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒന്നുകൂടി ഉണ്ടാക്കി നോക്കാം. 2 ഒരു തോരണം, 3 ഒരു തോരണം, 4 ബലൂണിൻ്റെ ഒരു തോരണം കൂടി ഉണ്ടാക്കുമ്പോൾ വീണ്ടും 9 ആയി. 9 9 2 9 18 3 27 27 ബലൂണായി. ഇതൊക്കെ പാടെ കൂട്ടുമ്പോൾ അല്ലേ, നമുക്ക് ആകെ 24 ബലൂണാണുള്ളത്. 24 ആവാൻ പറ്റുള്ളൂ. അപ്പോൾ 27 എണ്ണായി നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അല്ലേ. 2 ബലൂണുള്ള തോരണം 3 എണ്ണം, 3 ബലൂണുള്ള തോരണം 3 എണ്ണം, 4 ബലൂണുള്ള തോരണം 3 എണ്ണം എടുത്തിട്ട് ടോട്ടൽ എത്ര ബലൂണായി? 27 ബലൂണായി. ആകെ 24 ബലൂണുള്ളൂ. അപ്പോൾ എത്ര ബലൂണ് നമ്മളിന്ന് കുറയ്ക്കണം? 24 25 26 27 3 ബലൂൺ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണത്തിൻ്റെ ഒരു തോരണം നമുക്ക് ഒഴിവാക്കാം അല്ലേ. അപ്പോൾ 3 പോയില്ലേ, അപ്പോൾ 24 ബലൂണനായില്ലേ. അപ്പോൾ 27 ബലൂൺ പോയിട്ട് 24 ബലൂണനായി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ബലൂൺ വീതമുള്ള, അതാണ് ബലൂൺ, 2 ബലൂൺ വീതമുള്ള 3 തോരണങ്ങൾ. ഇനി 3 ബലൂൺ വീതമുള്ള എത്ര തോരണങ്ങളാണ്? 2 തോരണങ്ങൾ. 4 ബലൂൺ വീതമുള്ള എത്ര തോരണങ്ങളാണ്? 1 2 3 തോരണങ്ങൾ. ബലൂൺ ഇങ്ങനെ ആക്കിയിട്ടുള്ള 3 തോരണം, 3 ബലൂണിൻ്റെ 2 തോരണവും 4 ബലൂണിൻ്റെ 3 തോരണവും. അപ്പോൾ ഓരോന്നിൻ്റെ എണ്ണം കിട്ടിയില്ലേ. ആകെ 24 ബലൂൺ. ആ 24 ബലൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര തോരണം ഉണ്ടാക്കാം? 2ാം ക്ലാസ്സിലെ കുട്ടികൾ 2 ബലൂൺ വീതമുള്ള 8 തോരണങ്ങളാണ് ഉണ്ടാക്കിയത്. ഉപയോഗിച്ച ബലൂണുകളുടെ ആകെ എണ്ണം. 2 ബലൂൺ വീതമുള്ള എത്ര തോരണങ്ങളാണ്? 8 തോരണങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉപയോഗിച്ച ബലൂൺ എത്ര എണ്ണം ഉണ്ട്? 2 8 16 16 ബലൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. 2 വീതമുള്ള 8 എണ്ണം അല്ലേ. 2 വീതമുള്ള 8 എണ്ണം നിങ്ങൾ വരച്ച് നോക്കൂ. 2 വീതമുള്ള 8 തോരണങ്ങൾ. 1 2 3 4 5 6 7 8. അപ്പോൾ 8 തോരണങ്ങളിലെ 2 ബലൂൺ വീതമുള്ള 8 തോരണങ്ങൾ. അപ്പോൾ ഇതിലാകെ എത്ര ബലൂൺ ഉപയോഗിച്ചിട്ടുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അല്ലേ. 16 ബലൂൺ. അതായത് 8 എണ്ണം മുകളിലും 8 എണ്ണം താഴെ, അതായത് 1 8 2 8 16. ക്വസ്റ്റ്യൻ സി. 16 × 5 കണ്ടെത്തുന്നതിന് കുട്ടികൾ ഉപയോഗിച്ച രീതികളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. തെറ്റായ രീതിയുടെ നേർക്ക് ഇൻറ്റു ഇടുക, തെറ്റിടുക. തെറ്റായതിന് തെറ്റിടാനാണ് പറഞ്ഞത്. 16 × 5 ആദ്യം ഗുണിച്ചാൽ എത്ര കിട്ടും എന്ന് നമുക്ക് നോക്കാം അല്ലേ. 16 × 5 5 5 25 6 5 30 0 ബാലൻസ് അല്ലേ. ശിഷ്ടം 3 1 5 5 6 7 8. ഈ 5ഉം ഈ 3 കൂടി കൂട്ടണം അല്ലേ, 8. അപ്പോൾ 80 ഇതിൻ്റെ ഉത്തരം കിട്ടുക 16 × 5 ചെയ്താൽ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് 80 കിട്ടുന്നുണ്ടോ? ആ 80 കിട്ടാത്തതിന് തെറ്റിട്ടാൽ പോരെ ക്യാൻസർ. ഇത് അതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാൻസർ 80 കിട്ടണം. 80 കിട്ടാത്തതിന് തെറ്റിന് നേരെ നമ്മൾ തെറ്റിടാണ് വേണ്ടത്. അപ്പോൾ 10 × 5 എത്രയാണ്? 80 അതിനോട് എത്രയാണ് കൂട്ടേണ്ടത്? പ്ലസ് 6 × 5. 6 5 എത്രയാണ്? 5 5 25 6 5 30. അപ്പോൾ 50 + 30 എത്രയാണ്? 5 + 3 5 6 7 8. 80. അപ്പോൾ അത് ശരിയാണ്, തെറ്റുള്ളതിനാണ് തെറ്റിടേണ്ടത്. ഈ 16 × 10 പകുതി കാണുക. അപ്പോൾ 16 × 10 എത്രയാണ്? 6 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പേഴ്സ് തമ്മിലില്ലേ, അക്കങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 0 കൊടുക്കുക. 0 ഉള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ഈ 1നെ ഈ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ അല്ലേ. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ് അല്ലേ. അപ്പോൾ 16 പിന്നെ എത്ര പൂജ്യം ഉള്ളത്? ഒരു പൂജ്യം. അപ്പോൾ 160 എന്ന് കിട്ടും. അതിൻ്റെ പകുതി കാണുക. 160ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 160ൻ്റെ പകുതി എത്രയാണ്? 80 അല്ലേ. അപ്പോൾ അതും ശരിയാണ് അല്ലേ. 160ൻ്റെ പകുതി എന്നാൽ 120/2. അതിൻ്റെ പകുതി എത്രയാണ്? 80 80 എത്രയാണ്? 160 അല്ലേ. 8 8 16 ആണല്ലേ. 1 × 5 6 × 5 കൂട്ടുക. 4 5
1 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5 അതിനോട് എത്രയാണ് കൂട്ടുന്നത്? 6 ഇൻറ്റു 5, 5 25, 6 5 30. അപ്പോൾ അത് 35 ആവുള്ളൂ. അപ്പോൾ 35, അപ്പോൾ ഇത് തെറ്റാണ്. 35 നമുക്ക് 80 കിട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ നേരെ നമുക്ക് തെറ്റിടാം. 16 തവണ 5 ചെയ്ത് കൂട്ടിയാൽ, അല്ലേ, 16 തവണ 5 ചെയ്ത് കൂട്ടുക. അപ്പോൾ 16 തവണ 5 ചെയ്ത് കൂട്ടി നോക്കൂ. 16 തവണ 5 ചെയ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഇൻറ്റു 5 ആണല്ലേ. 16 തവണ 5 ചെയ്ത് കൂട്ടുക എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 5 തന്നെയാണ്, അത് 80 ആണ് അല്ലേ. 16 ഇൻറ്റു 5 തന്നെയാണ്. 16 തവണ 5 ചെയ്ത് കൂട്ടുന്നതിനെയാണ് നമ്മൾ 16 ഇൻറ്റു 5 എഴുതുന്നത് അല്ലെ. 16 തവണ 5 ചെയ്ത് കൂട്ടി നോക്കൂ, അതും ശരിയാണ്. അപ്പോൾ തെറ്റായത് ഓപ്ഷൻ സി മാത്രമാണ്, അതിൻ്റെ നേരെ തെറ്റിടുക. പ്രവർത്തനം 3, മീനുവിൻ്റെ ഒരു ദിവസം. മീനു സ്കൂളിലെത്തിയ സമയം നോക്കൂ, സമയം എഴുതൂ. മീനു എത്ര മണിക്കാണ് സ്കൂളിൽ? ചെറിയ സൂചി 9നും 10നും ഇടയിൽ, വലിയ സൂചി 4ലാണ്. അതായത് 9:20 ആണ് അല്ലേ. ഇത് 5, ഇത് 10, ഇത് 15, ഇത് 20. 9:20 അല്ലെ. 9ലാണ് ചെറിയ സൂചി അല്ലേ. 9നും 10ൻ്റെ ഇടയിലാണല്ലോ. 9 തന്നെയാണ് വായിക്കുക. 9:20. 9:20. ബി, മീനുവിൻ്റെ സ്കൂളിൽ ചിത്രരചനാ മത്സരം തുടങ്ങിയ സമയവും അവസാനിച്ച സമയവും ചുവടെ ക്ലോക്കിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ചിത്രരചനാ മത്സരം തുടങ്ങിയ സമയം അല്ലെ, മത്സരം തുടങ്ങിയത് 2:30നും മത്സരം അവസാനിച്ചത് 4 മണിക്കുമാണ്. ചിത്രരചനക്കെടുത്ത സമയം എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എത്ര സമയമെടുത്തു? 2:30 മുതൽ 4 മണി വരെ എത്ര സമയമുണ്ട്? 2:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മണിക്കാണ് നമ്മുടെ ചിത്രരചനാ മത്സരം അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള സമയം 2:30 കഴിഞ്ഞാൽ എത്രയാണ് നെക്സ്റ്റ് സമയം? 1 മണിക്കൂർ കഴിഞ്ഞാൽ 3:30 പിന്നെ 1 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ 4:30 അല്ലേ. അപ്പോൾ 4:30 ആവേണ്ട, 4 ആയാൽ മതി. 4:00 ഇനി 3:30 കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൂടി അല്ലേ, ഒരു 30 മിനിറ്റ് കൂടി എടുത്താൽ 4 മണിയായില്ലേ. 3:30 ഒരു 30 കൂടി ചേരുമ്പോൾ അല്ലേ 3:30 എന്ന സമയം അല്ലേ. 3:30 ഒരു അരയൂടി ചേർന്ന് 4 മണിയായില്ലേ. 3:30 കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ 4 മണിയാണ് അല്ലേ. അപ്പോൾ 1 മണിക്കൂർ, 2:30 മുതൽ 3:30 വരെ 1 മണിക്കൂറും 30 മിനിറ്റും 1:30 അല്ലേ, 1.5 മണിക്കൂർ അല്ലേ. 2:30 കഴിഞ്ഞാൽ 3:30, 4:30 എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ ആവരും, 4:30 അല്ല 4ആണ്. അപ്പോൾ അരമണിക്കൂർ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ 1.5 മണിക്കൂർ അല്ലേ. 1:30, 1:30 ഇതിൻ്റെ ഇടയിലുള്ള സമയം. 2:30 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത അരമണിക്കൂർ കഴിഞ്ഞാൽ 3 മണി, അടുത്ത അരമണിക്കൂർ കഴിഞ്ഞാൽ 3:30, അടുത്ത അരമണിക്കൂർ കഴിഞ്ഞാൽ 4 മണി അല്ലേ. 4 മണി വരെയാണ് നമ്മുടെ സമയം. അപ്പോൾ എത്ര അരമണിക്കൂർ കഴിഞ്ഞു? 2:30 മുതൽ 3 മണി വരെ അരമണിക്കൂർ, വീണ്ടും അരമണിക്കൂർ, 1 മണിക്കൂർ, വീണ്ടും അരമണിക്കൂർ, 1.5 മണിക്കൂർ അല്ലേ. 2:30 മുതൽ 3 മണി വരെ അരമണിക്കൂർ, 3 മണി മുതൽ 3:30 വരെ ഒരു അരമണിക്കൂർ കൂടി. അപ്പോൾ 1 മണിക്കൂറും പിന്നെ ഒരു അരമണിക്കൂറും, അതായത് 1.5 മണിക്കൂർ. മീനു സ്കൂളിൽ നിന്ന് 4:30 വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴത്തെ സമയം ക്ലോക്കിൽ വരച്ച് ചേർക്കുക. ചെറിയ സൂചി 4നും 5നും ഇടയിലും വലിയ സൂചി 6ലേക്കും വരയ്ക്കുക. അതല്ലേ 4:30, 4:30 അല്ലേ. 4 മണി എന്ന് പറയുമ്പോൾ ചെറിയ സൂചി 4ലും വലിയ സൂചി 12ലും 4 മണി അല്ലേ. ഈ വലിയ സൂചി അനങ്ങുന്നതിനനുസരിച്ച് ചെറിയ സൂചി അനങ്ങില്ലേ. 5ലേക്ക് എത്താനില്ല. നെക്സ്റ്റ് 5 മണി ആവണമെങ്കിൽ 5ലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അനങ്ങാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ 4നും 5നും ഇടയിലായിട്ട് ചെറിയ സൂചിയും വലിയ സൂചി 6ൽ, ഇതല്ലേ 30, 5, 10, 15, 20, 25, 30. ഇതാണ് 4:30, 4:30 അല്ലെ. ഒരു ക്ലോക്കിൻ്റെ പകുതിയാണ് 4:30. പ്രവർത്തനം 4, എത്ര രൂപ? എ, അനൂപ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഒരു 500 രൂപ നോട്ട് കടക്കാരന് കൊടുത്തു. ചുവടെ കൊടുത്തിരിക്കുന്ന കറൻസി നോട്ടുകൾ തിരിച്ചു കിട്ടി. അനൂപ് എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങി? അപ്പോൾ 500 രൂപയാണ് കടക്കാരന് കൊടുത്തത്. അപ്പോൾ കടക്കാരൻ ബാക്കി എത്രയാണ് പൈസ കൊടുത്തത്? അതാണ് ഈ പൈസകളെല്ലാം കൂടിയാൽ ബാക്കി എത്ര പൈസ കടക്കാരൻ കൊടുത്തു അല്ലേ, അത് നമുക്ക് കിട്ടും. ഇതും 100 ആണ്, ഇത് 50 രൂപ നോട്ടാണ്, ഇതും 50 ആണ്, ഇതൊരു 20 രൂപ, ഇത് 10 രൂപ നോട്ട്, ഇത് 5 രൂപ നോട്ട്. അപ്പോൾ കടക്കാരൻ കൊടുത്ത ബാലൻസ് ബാക്കി തുക ഇതാണ്. ഇത്രയും നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എത്ര രൂപ കിട്ടിയെന്ന് നമുക്കറിയാം അല്ലേ. 100 എത്രയാണ്? 200 രൂപ അല്ലേ. അപ്പോൾ ഒരു 200 രൂപയും പിന്നെ ഒരു 50 ഉണ്ട്. 50 എത്രയാണ്? 100 രൂപ. പിന്നെ 20, 10, 5, 20, 10, 5. അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്കൂ അല്ലേ. 0 + 0 + 5 അല്ലേ. 5, 2 + 1 3, 2 + 1 3. അപ്പോൾ 335 രൂപ എന്ന് കിട്ടും. അപ്പോൾ കടക്കാരൻ കൊടുത്തത് 335 രൂപേൻ്റെ നോട്ടാണല്ലേ. എല്ലാം പാടെ കൂട്ടി 335 രൂപയാണ് ബാക്കി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ബാക്കി കൊടുത്ത പൈസ അല്ല ചോദിച്ചത്, അതിവിടെ തന്നിട്ടുണ്ട് ഇത്രയും രൂപയാണെന്ന്. ഈ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്. അനൂപ് എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങി? അനൂപ് എത്ര രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയതില്ല? 500 രൂപ കൊടുത്തപ്പോൾ ബാക്കി 335 കിട്ടിയെങ്കിൽ അനൂപ് വാങ്ങിയ സാധനങ്ങൾ എത്ര പൈസക്കാണ് വാങ്ങിയത്? ആകെ 500 രൂപ നോട്ടായിരുന്നു. അതിൽ നിന്നും കടക്കാരൻ കൊടുത്ത ബാക്കി എത്രയാണ്? 335 രൂപ മൈനസ് ചെയ്താൽ അനൂപ് വാങ്ങിയ സാധനം എത്ര രൂപക്ക് സാധനം വാങ്ങി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 0ത്തിൽ നിന്നും 5 പോകില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടം ചോദിക്കാൻ നോക്കുമ്പോൾ അവിടെയും 0 ആണല്ലേ. അപ്പോൾ തൊട്ടപ്പുറത്തെ ആളെന്ന് കടം ചോദിക്കും. ഇവയാൾക്കൊന്ന് കൊടുക്കുമ്പോൾ ഇത് 10 ആവും, ഒന്ന് കൊടുത്തില്ല അപ്പോൾ ഇത് 4 ആവും. അപ്പോൾ ഈ 10ന്ന് തൊട്ടടുത്ത ആൾക്ക് 1 കൊടുക്കുമ്പോൾ ഈ 10ന്ന് 1 പോയി, അപ്പോൾ ഇത് 9 ആയി. ഇവിടേക്ക് 1 കൊടുത്തു അല്ലേ. അപ്പോൾ 0ൻ്റെ അടുത്ത് 1 വരും. 10ന്ന് 5 പോയാൽ 5, 9ന്ന് 3 പോയാൽ 6, 4ന്ന് 3 പോയാൽ 1, 165. അപ്പോൾ 165 ഉത്തരം. എത്ര രൂപക്ക് സാധനം വാങ്ങി? അനൂപ് വാങ്ങിയത് 165 രൂപക്കാണ് സാധനം. 500 രൂപ കൊടുത്തു, 165 രൂപക്ക് സാധനം വാങ്ങി. കടക്കാരൻ 335 രൂപ ബാക്കി കൊടുത്തു. കടക്കാരൻ ബാക്കി കൊടുത്തത് വാങ്ങിയ സാധനം കൂടി കൂട്ടിയിട്ട് 500 ഇല്ലേന്ന് കൂട്ടി നോക്കൂ. 335, 165 എത്രയാണ്? ശരിയാണ് നോക്കാൻ ഇത് രണ്ടും കൂട്ടിയിട്ട് 500 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 500 രൂപ, അപ്പോൾ 500 ഉണ്ട്, അപ്പോൾ കറക്റ്റാണ്. ഈ 100 എന്നുള്ളത് 200 രൂപ നോട്ടാണ്, ഇത് 165 വേറെയാണ്. ബി, 44ൽ നിന്ന് 15 കുറക്കുന്നതിന് ഉപയോഗിച്ച ക്രിയാരീതികളിൽ തെറ്റിടുക. 44ൽ നിന്നും 15 കുറച്ചാൽ എത്രയാണ്? 4ന്ന് 5 പോവില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടം ചോദിക്കുമ്പോൾ
4 1 അതിന് കൊടുക്കും അല്ലേ. അപ്പോൾ ഇത് 3 ആയി. 1 കൊടുക്കുക പറഞ്ഞാൽ ഈ 4ൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കുക. അപ്പോൾ ഇത് 14 ആയി. 14 നിന്ന് 5 പോയാൽ എത്രയാണ്? 9. 3 1 പോയാൽ 2 29. അപ്പോൾ 44 നിന്നും 15 പോയാൽ 29 ആണ് കിട്ടുക. ഇതെന്താണ്? 30 + 10 എത്രയാണ്? 30 + 10 40. 40 + 4 44 മൈനസ് 10 + 5 15. അപ്പോൾ 44 - 15 ഈക്വൽ ആണിത്. ഈക്വൽ അല്ലാത്തതാണ് ചോദിച്ചത്. 44 - 15 അല്ലേ. 44 - 15 അതിൻ്റെ കൂടെ വേറെ കുറേ ഉണ്ടല്ലേ. -5 + 10 + 10 + 4. അപ്പോൾ എന്തായാലും അതിനേക്കാളും വലിയ സംഖ്യ. ഇതിന് ഈക്വൽ അല്ല. 44 - 15 മാത്രമായിരുന്നെങ്കിൽ നമുക്ക് ഈക്വൽ ആണെന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ബി തെറ്റാണ്. then ഇവിടെ എത്രയുണ്ട്? 44 - 15 തന്നെയാണ് അല്ലേ. 44 - 15 നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുക അല്ലേ. 4 5 പോവില്ല. അപ്പം 4നോട് 1 കടം ചോദിക്കുമ്പോൾ ഇത് 3 ആവും, ഇത് 14 ആവും അല്ലേ. അതല്ലേ ചെയ്തത് ഇവിടെ. അത് തന്നെയാണ് ഇത് വെട്ടിയിട്ട് ആ ക്രിയയാണ് കാണിച്ചത്. അപ്പോൾ ഇത് ഈക്വൽ ആണ്. അടുത്തത് 15 - 44 അത് ഈക്വൽ ആണോ? ഇതും ഈക്വൽ അല്ല. അപ്പോൾ ഇതും ഈക്വൽ അല്ല അല്ലേ. 44 - 15 15 - 44 ഈക്വൽ ആവില്ലല്ലേ. 44 - 15 പോയാൽ ഇതൊരു ചെറിയ സംഖ്യ. ഇത് നെഗറ്റീവ് സംഖ്യ ആയിരിക്കും അല്ലേ. 15 - 44 പോകുക പറഞ്ഞാൽ അല്ലേ അത് രണ്ടും ഈക്വൽ അല്ല. നിൽക്കുകയാണെങ്കിൽ 1 × 3 3 × 1 രണ്ടും 1 തന്നെയാണല്ലേ. 2 3 എന്നുള്ള ആൻസർ ആണ്. ഇത് ഇൻറ്റു അല്ല, ഇത് മൈനസ് ചെയ്യാണ്. 1 - 3 നോട്ട് ഈക്വൽ ടു 3 - 1. 1 - 3 എന്താണ്? -2 ആണ്. 3 - 1 എന്താണ്? 2 ആണ്. രണ്ടും ഈക്വൽ അല്ല. പ്രവർത്തനം 5 കലണ്ടർ വിശേഷം. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ കലണ്ടർ നോക്കി ഉത്തരം എഴുതുക. കലണ്ടറിൽ കാണിച്ചിരിക്കുന്നത് ഏത് മാസമാണ്? ഇത് ഏത് മാസമാണ്? നവംബർ മാസമാണ്. ഇവിടെ തന്നിട്ടുണ്ടാവും, അത് നോക്കി എഴുതിയാൽ മതി. നവംബർ. ഈ മാസത്തിൽ ആകെ എത്ര ദിവസങ്ങളുണ്ട്? എത്ര ദിവസമുണ്ട്? 30 ദിവസമുണ്ട് അല്ലേ. ലാസ്റ്റുള്ള ഈ ദിവസം എത്ര ഉണ്ട്? 30 ദിവസമുണ്ട്. സി ഈ മാസത്തിലെ 2ാം ശനിയാഴ്ച ഏത് തീയതിയിലാണ് വരുന്നത്? അല്ലേ. 1ാമത്തെ ശനി ഇതാണ്, 2ാമത്തെ ശനി 10 ആണ്. ഇതാണ് 2ാം ശനി. 2ാം ശനി ഏത് തീയതിയാണ് വരുന്നത്? ശനിയാഴ്ച 10ാം തീയതിയാണ് വരുന്നത്. ശിശുദിനം ഏത് ദിവസമാണ്? ദിവസമായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ അല്ലേ. നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം, ശിശുദിനം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പം അങ്ങനത്തെ പ്രത്യേക ദിവസങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഈ നവംബർ മാസത്തിൽ വരുന്ന മലയാള മാസങ്ങൾ ഏതെല്ലാം? ശരിയായ ഉത്തരത്തിന് നേരെ ശരിയിടുക. നവംബർ മാസത്തിൽ വരുന്ന മലയാള മാസം ഏതാണ്? ചിങ്ങം കന്നിയാണോ? ബി തുലാം വൃശ്ചികമാണോ? ധനു മകരാണോ? മീനം മേടമാണോ? അപ്പോൾ തുലാം വൃശ്ചികം എന്നുള്ളതാണ് നവംബർ മാസത്തിന് നേരെ വരുന്ന മലയാള മാസം. ഓക്കെ, തുലാം വൃശ്ചികം. പ്രവർത്തനം 6 പാറ്റേൺ പൂർത്തിയാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ തുടർന്ന് വരുന്ന വരികൾ പൂർത്തിയാക്കുക. അല്ലേ. പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിനെന്തായാലും ഒരു തുടർച്ച ഉണ്ടാവും. അവിടെ 8 ആണ്, പിന്നെ 9 ആണ്, പിന്നെ 10 ആയിരിക്കും. നെക്സ്റ്റ് സംഖ്യ 11 ആയിരിക്കും, നെക്സ്റ്റ് 12 ആയിരിക്കും, നെക്സ്റ്റ് 13 ആയിരിക്കും. ഇവിടെ 9 10 11 ഇവിടെ എന്തായിരിക്കും? 12 13 14 അല്ലേ. അങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് ഇല്ലേ, ഇവിടെ ഓരോന്നായിരുന്നു ഡിഫറൻസ്. 8 കഴിഞ്ഞാൽ 1 അല്ലേ. 1 കൂട്ടിയാലാണ് 9, പിന്നെ 1 കൂട്ടുമ്പോൾ 10 അല്ലേ. 9 നിന്ന് 1 കൂട്ടുമ്പോൾ 10, പിന്നെ 1 കൂട്ടുമ്പോൾ 11, ഓരോന്ന് കൂട്ടിയിട്ടാണ്. അതേപോലെ ഇവിടെ എത്രയാണ് ഡിഫറൻസ്, വ്യത്യാസം എത്ര നോക്കുക. 22 നിന്ന് എത്ര കൂട്ടിയപ്പോഴാണ് 90 കിട്ടിയത്? 90 നിന്ന് എത്ര കൂട്ടിയപ്പോഴാണ് 110 കിട്ടിയത്? അതേ സംഖ്യ കൂട്ടുമ്പോൾ തന്നെയാണ് അടുത്തത് ഇവിടെ കിട്ടുക. അതേ സംഖ്യ കൂട്ടുമ്പോൾ അടുത്ത പാറ്റേൺ അല്ലേ. അതേ സംഖ്യ കൂട്ടുമ്പോൾ അടുത്ത പാറ്റേൺ. പാറ്റേണിൻ്റെ ഇടയിൽ ഒരു കോമൺ ആയിട്ട് ഡിഫറൻസ്, ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെ എഴുതിയാലും മതി അല്ലേ. 8 9 72 ആണ്. 9 × 10 90 ആണ്. 10 × 11 110 ആണ്. അപ്പോൾ 11 ഇൻറ്റു ഇനി അടുത്ത എന്താണ്? ഇവിടെ 12 ആണ് വരിക അല്ലേ. 12 എത്രയാണെന്ന് എഴുതുക അല്ലേ. 12 × 13 എത്രയാണ്? ഗുണിച്ച് നോക്കിയിട്ട് നിങ്ങൾ എഴുതുക. അങ്ങനെ എഴുതിയാലും മതി. ഓരോന്നും ഗുണിച്ച് നോക്കണേ നല്ലത്. ഇതിൻ്റെ പാറ്റേൺ കണ്ടുപിടിച്ചാൽ മതില്ലേ. 90 നിന്ന് 72 പോയാൽ എത്രയാണ് അല്ലേ. അപ്പോൾ ഡിഫറൻസ് കിട്ടി. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ അല്ലേ. 10 നിന്ന് 9 പോയാൽ 1 അല്ലേ. ഇവിടുത്തെ ഡിഫറൻസ് അങ്ങനെയാണ് കിട്ടിയത്, വ്യത്യാസം. 9 നിന്ന് 8 പോയാൽ 1. അപ്പോൾ ഓരോന്ന് ആഡ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. അപ്പോൾ 90 നിന്ന് 72 പോയാൽ എത്രയാണ്? 0 നിന്ന് 2 പോയില്ല. അപ്പോൾ ഇവിടുന്ന് ഒരാളടുത്ത് നിന്ന് കടം ചോദിക്കുമ്പോൾ ഇത് 8 ആയി. 0ൻ്റെ അടുത്ത് 1 പോയി നിൽക്കുമ്പോൾ ഇത് 10 ആയി. 10 നിന്ന് 2 പോയാൽ 8, 8 നിന്ന് 7 പോയാൽ 1. അപ്പോൾ 18. 110 നിന്ന് 90 പോയാൽ എത്രയാണ്? 0 നിന്ന് 0 പോയാൽ 0, 1 നിന്ന് 9 പോവില്ല. അപ്പോൾ ഇവിടുന്ന് കടം ചോദിക്കുമ്പോൾ ഇത് 11 ആയില്ലേ. 1 പോയിട്ട് ഇതിൻ്റെ അടുത്ത് നിൽക്കും. 11 നിന്ന് 9 പോയാൽ 10, 2 20. അടുത്ത ഡിഫറൻസ് 20 ആണ്. അപ്പോൾ 2 വെച്ചിട്ടാണ് കൂടുന്നത്. 18 19 20. പിന്നെ അടുത്തതിൻ്റെ ഡിഫറൻസ് എത്ര ആയിരിക്കും? 22 ആയിരിക്കും. ഓക്കെ, അടുത്തതിൻ്റെ ഡിഫറൻസ് 24 ആയിരിക്കും. അടുത്ത ഡിഫറൻസ് 26 ആയിരിക്കും. ഏതൊരു പാറ്റേൺ ആണല്ലേ. 2 ഈച്ച കൂടി വരികയാണ്. 18 19 20 21 22 23 24 25 26. അപ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇനി 110നോട് ഒരു 22 കൂട്ടിയാൽ അടുത്ത ആൻസർ കിട്ടും. 110 + 22 2 3 1 132 വരും അല്ലേ. 11 × 12 എത്രയാണ് നോക്കുക. 1 2 2 132 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 132 ആണ്. പിന്നെ ഈ 132നോട് ഒരു 24 കൂട്ടുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടുക. പിന്നെ അതിനോട് ഒരു 26 കൂട്ടണം. ആ കിട്ടിയ നമ്പറിനോട് 26 കൂട്ടുമ്പോഴാണ് അടുത്ത പാറ്റേൺ, അടുത്ത സംഖ്യ വരിക. ഇവിടെ ബി ക്വസ്റ്റ്യൻ ഈ പാറ്റേണിൻ്റെ യുക്തി വിശദീകരിക്കുക. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയതെന്ന് വിശദീകരിക്കാണ്ട്
അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ എന്താണ് ഓരോന്ന് കൂട്ടിയിട്ടാണ് കിട്ടിയത്. ഇവിടെ ഈ ഡിഫറൻസ് ഓരോന്നാണ്. പിന്നെ ഇവിടുത്തെ ഡിഫറൻസിലെ 90 72 മൈനസ് ചെയ്തപ്പോൾ കുറച്ച് നോക്കിയപ്പോൾ 18 കിട്ടി. അതുപോലെ 110 90 കുറച്ച് നോക്കിയപ്പോൾ 20 കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 18, ഇതിൻ്റെ ഡിഫറൻസ് 20. അപ്പോൾ അടുത്തതിൻ്റെ 22 ആയിരിക്കും ഡിഫറൻസ്. പിന്നെ 24 കൂട്ടിയിട്ടുള്ളതാണ്, പിന്നെ 26 കൂട്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഒരു പൊതുവായ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ, എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കും ഈ നമ്പേഴ്സ് തമ്മിൽ. അങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ട് എഴുതുക. നമ്മുടെ 3ാം ക്ലാസ്സിൻ്റെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യനും ആൻസറും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഓക്കെ, ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ മറ്റുള്ള സബ്ജക്ട്സും എൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.